പാലക്കാട് കുതിരമൂടിയിൽ സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കത്തിന് പിന്നാലെ ബസ് ഡ്രൈവറെയും കണ്ടക്ടറെയും മുളകുപൊടി എറിഞ്ഞ് ആക്രമിച്ചു. ഗോവിന്ദാപുരത്ത് നിന്ന് വടക്കാഞ്ചേരിയിലേക്ക് സർവീസ് നടത്തിയ ബസ്സിലെ ഡ്രൈവർ സുമൻ, കണ്ടക്ടർ സഞ്ജു എന്നിവർക്കാണ് പരിക്കേറ്റത്. മറ്റൊരു ബസ്സിലെ ഡ്രൈവറായ കുതിരമൂടി സ്വദേശി വിനീഷിനെയും സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഓടുന്ന ബസ്സിൽ കയറി മുളകുപൊടി എറിഞ്ഞ് ഇരുമ്പ് വടികൊണ്ട് പ്രതികൾ ആക്രമിക്കുകയായിരുന്നു. ഇക്ബാൽ അറക്കൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ഇക്ബാൽ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ഈ മുളകുപൊടിയൊക്കെ കൊണ്ടു നടക്കണമെങ്കിൽ ഇങ്ങനൊരു ആക്രമണം നടത്തിക്കളയാം എന്നൊരു തീരുമാനം നേരത്തെ എടുത്തിട്ടുണ്ടാകണമല്ലോ. മാധു, ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച പാലക്കാട് വെച്ച് ഈ ബസ് ജീവനക്കാർ തമ്മിലൊരു തർക്കമുണ്ടായിരുന്നു. ചൊവ്വാഴ്ച കൊല്ലംകോട് വട്ടേക്കാട് വെച്ചായിരുന്നു സമയക്രമത്തെ ചൊല്ലി സ്വകാര്യ ബസ്സിലെ ജീവനക്കാർ തമ്മിൽ വാക്കേറ്റവും സംഘർഷമെല്ലാം ഉണ്ടായത്. അതിന്റെ തുടർച്ചയായാണ് ഈ കുതിരമുടിയിൽ വെച്ച് ഉണ്ടായ ഈ ആക്രമണം എന്നുള്ളതാണ് കൊല്ലംകോട് പോലീസ് പറയുന്നത്. ഈ കുതിരമുടിയിലേക്ക് ഈ ഗോവിന്ദാപുരത്ത് നിന്ന് വടക്കഞ്ചേരിയിലേക്ക് സർവീസ് നടത്തുന്ന സ്വകാര്യ ബസ് എത്തിയ സമയത്തായിരുന്നു ഈ ബസ്സിലെ ഡ്രൈവറായിട്ടുള്ള സുമനെയും കണ്ടക്ടർ സഞ്ജുവിനെയും 3 അംഗ സംഘം ചേർന്ന് ആക്രമിക്കുന്നത്. കുതിരമുടി ബസ് നിർത്തിയ സമയത്ത് പെട്ടെന്ന് തന്നെ ഈ 3 അംഗ സംഘം ബസ്സിലേക്ക് കയറുന്നു. അതിനുശേഷം പിന്നീട് ഡ്രൈവർക്ക് നേരെ മുളകുപൊടി എറിയുന്നു, കണ്ടക്ടർക്ക് നേരെ മുളകുപൊടി എറിയുന്നു. കയ്യിൽ കരുതിയ ഇരുമ്പ് വടി ഉപയോഗിച്ചുകൊണ്ട് ഈ രണ്ടുപേരെയും ക്രൂരമായി തന്നെ ആക്രമിക്കുകയായിരുന്നു. മറ്റൊരു ബസ്സിലെ ജീവനക്കാരനായിട്ടുള്ള കുതിരമുളി സ്വദേശി തന്നെയായിട്ടുള്ള വിനീഷ്, 37 വയസ്സുകാരൻ, ഇയാളുടെ സുഹൃത്തുക്കളായിട്ടുള്ള നെന്മേനി സ്വദേശി രതീഷ്, നന്ദിയോട് സ്വദേശിയായിട്ടുള്ള സന്തോഷ് എന്നിവരാണ് ഈ ആക്രമണം നടത്തിയിട്ടുള്ളത്. ആ സംഭവ സ്ഥലത്തുള്ള ആളുകളിൽ നിന്ന് ലഭിച്ച വിവരപ്രകാരം കൊല്ലംകോട് പോലീസ് ഈ 3 പേരെയും നിലവിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്യും മറ്റ് നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് കൊല്ലംകോട് പോലീസ് അറിയിച്ചിട്ടുള്ളത്. സമയക്രമത്തെ ചൊല്ലിയുണ്ടായ തർക്കം, ആ തർക്കമാണ് ഇത്തരത്തിലൊരു ക്രൂരമായിട്ടുള്ള ആക്രമണത്തിലേക്ക് ഈ 3 അംഗ സംഘത്തെ പ്രേരിപ്പിച്ചതെന്നുള്ളതാണ് കൊല്ലംകോട് പോലീസ് പറയുന്നത്. ഏതായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബസ് ഉടമകളുമായി ഉൾപ്പെടെ സംസാരിച്ച് മറ്റ് നടപടികൾ സ്വീകരിക്കാനുള്ള നീക്കത്തിലേക്കാണ് ഇപ്പോൾ കൊല്ലംകോട് പോലീസ് കടന്നിരിക്കുന്നത്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഒരു ബസ്, ഈ ബസ് ജീവനക്കാർ തമ്മിലുള്ള ഒരു വൈരനിര്യാതന ബുദ്ധിയോടെയുള്ള പെരുമാറ്റങ്ങളെ കുറിച്ചുള്ള വാർത്തയൊക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ മറ്റൊരു ബസ്സിൽ കയറി മുളകുപൊടി എറിഞ്ഞ് ഇരുമ്പ് വടി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു പ്രതികൾ എന്ന വിവരമാണ് പുറത്തുവരുന്നത്.